കാണിക്കുന്നത്? ഞാൻ അവരോട് അങ്ങനെ കാണിച്ചതിന്റെ ദേഷ്യ പ്രകടനമാണോ നീ കാണിച്ചു കൂട്ടുന്നത്? അമ്മയ്ക്ക് മാത്രമല്ല കൾച്ചറും അഭിമാന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, ബാക്കി ആർക്കും ഇല്ലല്ലോ. ഞാൻ അവരോട് അങ്ങനെ സംസാരിച്ചതിന്റെ പേരിൽ നിനക്ക് അഭിമാനക്കുറവൊന്നും തോന്നേണ്ട കാര്യമില്ല. ഒരുപക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോ എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. എന്ത് പറഞ്ഞാലും കുറെ കാലം കഴിയുമ്പോ മനസ്സിലാവും, കുറെ കാലം കഴിയുമ്പോ മനസ്സിലാവും. ഇപ്പൊ ഞാനെന്താ പൊട്ടിയാണോ? അമ്മ എന്നൊരു കാര്യം ചെയ്, എന്നെ ഇവിടെ ഒരു ചങ്ങലെ പിടിച്ച് പൂട്ടിയിട. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. കുടുംബത്തിലെ മക്കളെ പൂട്ടുന്നത് ചങ്ങല കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ, പരിലാളനം കൊണ്ടാ. അതിപ്പോ അഴിച്ചുവിട്ടിരിക്കുന്നത് നിന്റെ അച്ഛനാ. എനിക്കതൊരിക്കലും നോക്കിയിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവും. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എങ്ങോട്ട് ഇറങ്ങി പോവാനാ? അമ്മയെ കാണാതിരിക്കാൻ പറ്റുമോ ചേച്ചിക്ക്? പറ്റും. എനിക്ക് അങ്ങനെ ആരെയും കാണണമെന്ന് നിർബന്ധമില്ല. നീ അവരുടെ കൂടെ പോയതിൽ എന്താ കുറ്റെന്ന് നിന്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, നീയും എന്നോട് ചോദിച്ചു. ഇതാണ് കാര്യം. ഏതു ബന്ധത്തിനും തള്ളിപ്പറയാൻ ഇതുപോലുള്ള യാത്രകൾ പഠിപ്പിക്കും, കൂടെയുള്ളവർ പറഞ്ഞു തരും. ആയിക്കോട്ടെ മോളെ, നീ എന്നെ എത്രമാത്രം വെറുക്കുന്നു എന്ന് പറഞ്ഞാലും അമ്മയ്ക്കത് പറ്റില്ല. എപ്പോഴെപ്പോഴും ചേച്ചിയമ്മ കരയിക്കുന്നുണ്ട്. ഇത് നല്ലതിനല്ല കേട്ടോ. ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് സങ്കടമായല്ലേ? സങ്കടം വരില്ലടാ. ഏത് കുട്ടന്തേ, ഈ നിൽക്കുന്ന ദൂരത്തുനിന്ന് ഒരിത്തിരി അകന്ന് നിന്നാ പോലും അമ്മയ്ക്ക് സങ്കടം വരും. അത് ചേച്ചിക്കോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അമ്മേ, മൈഥിലി ഇതിനിടയിൽ എന്നെ വിളിച്ചിരുന്നു. യാമിമോളുമായി മായ പുറത്തു പോയതാണ് പ്രശ്നം. ഇനി യാമിമോളുടെ കാര്യത്തിലോ മായയുടെ കാര്യത്തിലോ മൈഥിലി ഇടപെടില്ല. ആ രീതിയിലായിരുന്നു എന്റെ പെർഫോമൻസ്. ചിലപ്പോ ചില വേലിക്കെട്ടുകളൊന്ന് പൊളിക്കാൻ കുറച്ച് സമയമെടുക്കും. ഈ ഫാമിലി റിലേഷൻസിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ വൺസ് അത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. മൈഥിലി എല്ലാ അർത്ഥത്തിലും ഇന്ന് എന്റെ മുന്നിൽ തോൽക്കുകയാണ്. കഴിഞ്ഞോ? സ്വന്തം ഭാര്യയുടെ മുമ്പില് എന്തോ മഹാകാര്യം ചെയ്തു എന്ന് പറയാൻ എന്തൊരു ഉത്സാഹമാ സാരംഗിന്. അത് തന്നെ തെളിയിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ മൈഥിലിയുടെ മുമ്പിൽ ജയിച്ചിട്ടില്ലാന്ന്. താൻ എന്തൊക്കെയാ പറയുന്നേ? യാമിയെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവിടാൻ പോയത് ഞാനാണല്ലോ. മൈഥിലി എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ കണ്ടു. അയാളെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ എന്തേലും? വേണ്ട വേണ്ട, ഇനി എന്നെ കാണിക്കാൻ വേണ്ടി ഫോൺ വിളിച്ച് മൈഥിലിയോടൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എളുപ്പമല്ല സാരംഗ്. എന്തെളുപ്പമല്ല? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ചില നിയന്ത്രണങ്ങളൊക്കെ തകർത്തു എന്നൊക്കെ. ചുമ്മാ. സാരംഗിന്റെ കുടുംബജീവിതത്തില് സാരംഗ് മൈഥിലിയുടെ വെറും നിഴല് മാത്രമാണ്. അത് തന്നെയാണ് റിയാലിറ്റി. നിങ്ങളിപ്പോഴും മൈഥിലിയെ വല്ലാതെ പേടിക്കുന്നു. താൻ വെറുതെ ഇരിക്കെ. മൈഥിലിയെ പേടിച്ചിട്ടാണോ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത്? എത്രയൊക്കെ? ഒരു സംശയം വിളിച്ചു പറഞ്ഞു, എന്നിട്ട് മൈഥിലിയെ ജീവിതത്തിൽ നിന്നും പുറത്താക്കിയോ? അറ്റ്ലീസ്റ്റ് ആ വീട്ടിൽ നിന്നും പുറത്താക്കിയോ? ഒന്നും സംഭവിച്ചില്ല. സാരമില്ല, ഞാൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. മൈഥിലിയെ സാരംഗ് എപ്പം മറികടക്കുന്നു എന്നുള്ളത് സാരംഗിന്റെ മാത്രം തീരുമാനമാണ്. ഞാൻ അതിലിടപെടില്ല. പിന്നെ ഞാൻ മലേഷ്യക്ക് പോകുമ്പോ കൂടെ പോരുന്നോന്ന് യാമിമോളോട് ചോദിച്ചു. അവള് റെഡിയാ. അച്ഛന്റെ സമ്മതം ഞാൻ വാങ്ങിച്ചോളാന്ന് പറഞ്ഞിരിക്കുക. എന്താ, സമ്മതമാണോ അവളെ എന്റെ കൂടെ വിടാൻ? ഇതാ ഞാൻ പറഞ്ഞത്. യാമിമോളുടെ ഒരു കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് സാരംഗ് മനസ്സുകൊണ്ട് എങ്ങോട്ടൊക്കെയോ ഓടി. മൈഥിലിയുടെ എതിർപ്പ്. നിങ്ങൾ ഫ്രീ അല്ല സാരംഗ്, ഒരു തരത്തിലും ഫ്രീ അല്ല. ചില ശീലങ്ങളാ, ഇനി അതും പതുക്കെ മാറ്റണം. എന്തായാലും യാമിമോളെ ഞാൻ തന്റെ കൂടെ വിടുന്നു. താങ്ക് യു. മോൾക്ക് വളരെ സന്തോഷമാവും. പിന്നെ ഒരു കാര്യം കൂടി പറയാം. യാമിയെ പോലൊരു മോളെ കിട്ടിയത് സാരംഗിന്റെ ഭാഗ്യമാണ്. ബിക്കോസ് സാരംഗിനെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം. സാരംഗ്,
അവള് തന്നിൽ നിന്ന് നല്ലൊരു ഫ്രണ്ടിനെയാ പ്രതീക്ഷിക്കുന്നത്. നിയന്ത്രണങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കാത്ത, വാശികൾ കൊണ്ട് വെറുപ്പിക്കാത്ത ഒരു ഫ്രണ്ടിനെ. അത് കൊടുക്കാൻ സാരംഗിന് പറ്റണം. തന്നെയും വലിയ ഇഷ്ടമാണ്. അറിയാം. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അമ്മയുടെ തലോടലില്ലാതെ വളരുന്നൊരു പെൺകുട്ടി ഒറ്റപ്പെട്ടു പോകും, അവള് വിഷമിക്കുമെന്നൊക്കെ. ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. യാമിമോള് വിഷമിക്കില്ല. അവളെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. സാരംഗിന്റെ മോളെ ഞാൻ നോക്കുകയല്ല, ഞാൻ അവളെ എന്റെ മോളാക്കുകയാണ്. എന്തു പറ്റി മോളെ? എന്താ നീ കരയുന്നേ? മോളെ, നീ കാര്യം എന്താണെന്ന് പറ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അമ്മയൊന്ന് വിളിക്കൂ, എനിക്ക് തിരിച്ചു പോണം. മോളെ, നീ കാര്യം എന്താന്ന് പറ. ഞാൻ എന്റെ നാട്ടിൽ തന്നെ നിന്നോളാം. അമ്മയൊന്ന് പെട്ടെന്ന് വിളിക്കൂ. രഞ്ജിത്തെ, ഒന്ന് വന്നേ. എന്താടോ? ആവണി കോളേജിൽ നിന്ന് കരഞ്ഞോണ്ടാ തിരിച്ചു വന്നേ. കരഞ്ഞോണ്ടോ? അതെ, ഞാൻ ചോദിച്ചിട്ട് അവള് കാര്യം എന്താണെന്ന് പറയുന്നില്ല. അവൾ അമ്മയെ വിളിക്കണം, ഇപ്പൊ തന്നെ തിരിച്ചു പോണമെന്നൊക്കെ പറയുന്നേ. ഞാൻ എന്താ വരുന്നു. മോളെ, എന്താ ഇത്? എന്താ അവണി പ്രശ്നം? എനിക്കിന് കോളേജിലേക്ക് പോകാൻ പേടിയാ. കോളേജിലേക്ക് പോകാൻ എന്തിനാ പേടിക്കുന്നേ? അവരെന്നെ റാഗ് ചെയ്തു. റാഗ് ചെയ്തോ? PGക്ക് പഠിക്കുന്ന ആവണി അവിടുത്തെ സീനിയർ സ്റ്റുഡന്റ് അല്ലേ? തന്നെ ആരാ റാഗ് ചെയ്തേ? അത് BA കുറച്ച് പിള്ളേര്. MA കാരിയെ റാഗ് ചെയ്യാൻ BA കാരോ? അത് കൊള്ളാലോ. കേക്കട്ടെ സംഭവം. ഞാൻ കോളേജിന്റെ അടുത്ത് ഒരു തൂണിന്റെ മറവിൽ നിൽക്കുമായിരുന്നു. അതെന്തിനാ തൂണിന്റെ മറവില്? വേറൊരിടത്തും സ്ഥലമില്ലായിരുന്നോ? അവിടുത്തെ കുട്ടികളില്ലേ, തനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു കോളേജ് ഉണ്ടാക്കാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ അങ്ങനെ നിക്കണ കണ്ടപ്പോ ആ പിള്ളേര് വന്ന് പേര് ചോദിച്ചു, വീട് എവിടാന്നും ചോദിച്ചു. പിന്നെ കുറെ അനാവശ്യവും പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് കാശ് ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. അപ്പോഴേ ചീത്ത പറഞ്ഞു. ഇതാണ് കടുവയെ കിടുവ പിടിക്കാന്ന് പറയുന്നത്. അവിടെ ചെന്ന് പരിങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ അവന്മാർക്ക് തോന്നിക്കാണും ഇത് പേടിപ്പിക്കാവുന്ന കക്ഷിയാണെന്ന്. അതിന് പകരം തല ഉയർത്തി നടന്നിരുന്നെങ്കിലോ ആരെങ്കിലും വരുമായിരുന്നു അടുത്തേക്ക്. ഇതിനാണോ നീ അമ്മയെ വിളിക്കണം പോണോന്നൊക്കെ പറഞ്ഞത്? എടി, ഞാനൊക്കെ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോഴേ ആദ്യത്തെ ഒരാഴ്ച റാഗിങ്ങിന്റെ ആഘോഷമായിരുന്നു. ചോദിച്ചു നോക്ക്. ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഒരു റാഗിങ്ങിന്റെ ഇടയില്. അന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു റാഗിങ്ങുകാരുടെ വിളയാട്ടം. അതെ, ഇതേതായാലും അമ്മയെ വിളിച്ച് പറയണ്ട. അമ്മയ്ക്ക് ഈ റാഗിങ് സംഭവങ്ങളോ ഒന്നും മനസ്സിലാവില്ല. അമ്മ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. അടുത്ത ദിവസം അവന്മാരുടെ മുമ്പിലൂടെ ധൈര്യമായിട്ടങ്ങ് നടക്കാൻ തുടങ്ങുക. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഡിഗ്രിക്കാർ സ്റ്റുഡന്റ് വരുമ്പോ അടുത്ത വർഷം ഇതിന്റെ പലിശ അടക്കം അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. അതാ ക്യാമ്പസിന്റെ ഒരു രീതി. ഞാൻ ഒന്നിനുമില്ല, എനിക്കൊന്നിനും പറ്റില്ല. ശരി, തിരിച്ചു കൊടുക്കണ്ട. തൽക്കാലം കിട്ടിയത് കയ്യിൽ വെച്ച് മിണ്ടാതിരിക്കാൻ പറ്റുമോ? വെറുതെ ഓരോ കാര്യങ്ങൾ വിചാരിച്ച് വന്നോളണം. ഞാൻ ശരിക്കും പേടിച്ചു പോയി. പോയി കുളിച്ച് ഡ്രസ്സ് മാറി വാ, ഞാൻ എന്തെങ്കിലും കഴിക്കെടുത്ത് വെക്കാം. എനിക്ക് വിശപ്പില്ല. ഓ, അപ്പൊ ഒരു വിശപ്പിന് എന്തെങ്കിലും വാങ്ങിത്തരും കൂടി ചെയ്തോ. പോയിട്ട് വാടി. ഇതെങ്ങനെയാണോ 2 വർഷം തയ്ക്കുന്നത്? തുടക്ക ദിവസം ആയതുകൊണ്ടല്ലേ, ഇനി അവൾ ഓക്കെ ആയിക്കോളും. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. മനുഷ്യരിങ്ങനെ പാവങ്ങളായിക്കൂടാ. അമ്മേ. കുട്ടിച്ചൻ ഇല്ലല്ലോ മോനെ. ഞാനിപ്പോ വിളിച്ചു. കുട്ടിച്ചൻ ഇപ്പൊ വരും. ഇങ്ങോട്ട് കേറാനും കാണാനും ഒക്കെ മടിയായി തുടങ്ങിയല്ലേ? അല്ല അമ്മേ, അമ്മയുടെ മനസ്സിൽ ഞാനിപ്പോ ഒരു വില്ലനാ. കാണുമ്പോ അമ്മയുടെ മനസ്സിൽ ദേഷ്യം വന്നാലോന്ന് തോന്നി. അങ്ങനെ തോന്നാൻ എന്താ കാരണം? മൈഥിലി കൂടെ അമ്മയുടെ അടുത്ത് വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായും
എന്നെക്കുറിച്ചായിരിക്കുമല്ലോ സംസാരിക്കുക. അവിടെ മോന് തെറ്റി. നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങള് എന്നോടൊന്നല്ല, ആരോടും പറയാറില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മുക്കിയും മൂളിയും എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കും. ആളുകൾക്ക് മുന്നിൽ നിന്നെ നാണം കെടുത്തരുതെന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ട് മൈഥിലിക്ക്. അമ്മ ഒരു കാര്യം ചോദിച്ചാൽ വിഷമാവോ? ഇല്ല, ചോദിച്ചോളൂ. കുടുംബം വെട്ടിമുറിച്ചു, കുട്ടികളും അങ്ങനെ തന്നെ. ഇപ്പോ മനസ്സുഖം ഉണ്ടോ നിനക്ക്? അതിനുവേണ്ടിയാണല്ലോ ഓരോരുത്തർ കടുങ്കൈ ചെയ്യുന്നത്. എന്റെ മോൻ അത് കിട്ടിയിട്ടുണ്ടോന്നറിയാൻ ചോദിച്ചതാ. അമ്മ ചോദിച്ചതിന്റെ ഉത്തരം എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു വിഷമമില്ലമ്മേ, ഒരു പ്രശ്നവുമില്ല. എന്നാലും മനസ്സുറപ്പിച്ചു പറയാനൊന്നും ആയിട്ടില്ല. എന്റെ മുമ്പിൽ ഇപ്പോ വേറെന്താ പറയല്ലേ? നിങ്ങൾ ഒരുമിച്ച് എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ എന്റെ സേതുവും അവന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയും, അങ്ങനെയായിരുന്നു എന്റെ ഒരു കണക്കുകൂട്ടൽ. അത് തകർന്നുപോയി. തകർത്തതൊന്നും ഇനി ശരിയാക്കില്ലെന്ന് വാശിയുണ്ടോ നിനക്ക്? ആ, എന്തിനാ ലക്ഷ്മി വരുന്നവരെ ഇങ്ങനെ മുഷിപ്പിക്കുന്നേ? സാരംഗെന്താ കൊച്ചുകുട്ടിയാണോ? അയാൾക്ക് അയാളുടെ ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാവില്ലേ? യാമിയും യദുവും ചെറിയ കുട്ടികളല്ല, അവര് മുതിർന്നു. കുട്ടികൾ അങ്ങനെയാ, അവര് പെട്ടെന്ന് വളരും. അതൊക്കെ വളരെ കൃത്യമായിട്ട് സാരംഗിന് അറിയാം. അതിന് നിന്റെ കോച്ചിങ് ക്ലാസിന്റെ ഒന്നും ആവശ്യമില്ല. അവളെന്തെങ്കിലും പറഞ്ഞ് മുഷിപ്പിച്ചെങ്കിലേ താൻ വിഷമിക്കണ്ട. ലക്ഷ്മി കിടക്കുന്ന കിടപ്പ് പഴയ കാലത്തെയും ഞാൻ ഇറങ്ങി നടക്കുന്ന നടപ്പ് പുതിയ കാലത്തുവാ. അതിന് വ്യത്യാസമുണ്ട്. ആ പിന്നെ എന്താ ഈ യാമി പുറത്തെവിടെയാ പോകുന്ന കാര്യം? മായാമഹേശ്വരിയുടെ കൂടെ അവൾക്ക് പോണമെന്നുണ്ട്. എനിക്ക് സമ്മതമാണ്. പക്ഷെ മൈഥിലി... ഇതൊരു നിസ്സാര സംഭവമല്ലേ? കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ? നിന്റെ ബിസിനസ് പാർട്ട്ണർ നിന്റെ കുഞ്ഞിനെ കെയർ ചെയ്യില്ലേ? പിന്നെന്തിനാ മൈഥിലി തടസ്സം നിൽക്കുന്നത്? അല്ല കുട്ടിച്ച, മായാമഹേശ്വരിയെ മൈഥിലിക്ക് അത്ര ഇഷ്ടമല്ല. മൈഥിലിക്ക് ഇഷ്ടമുള്ള പലരെയും തനിക്കും ഇഷ്ടമല്ലല്ലോ. അങ്ങനെ ചില വ്യത്യാസങ്ങള് ചില വ്യക്തികൾ തമ്മിലും ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. മാത്രമല്ല, ഇപ്പൊ യാമി മോളെ പറഞ്ഞയക്കുന്നതിൽ നീ തോറ്റുപോയാൽ അതിന്റെ അർത്ഥം മൈഥിലിയുടെ മുമ്പിൽ നീ അടിയറവ് പറഞ്ഞു എന്നാ. നോക്കൂ, നോക്കാനൊന്നും ഇല്ല ലക്ഷ്മി. ഇത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. സാരംഗേ, മൈഥിലിയും നീയും തമ്മിലുള്ള ശീതസമരത്തിൽ ഒരുപടി മുമ്പിൽ നിൽക്കണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ യാമി മോള് മായാമഹേശ്വരിയുടെ കൂടെ പോയിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ ഒരിക്കലും തല ഉയർത്താൻ നീ ശ്രമിച്ചിട്ട് കാര്യമില്ല, നടക്കില്ല. യാമി പോകും കുട്ടിച്ച. ഇത് സാരംഗിന്റെ തീരുമാനമാണ്. മൈഥിലി അതിനെതിരെ നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. അത് നിന്റെ മിടുക്ക്. ഞാൻ ഇറങ്ങിക്കോട്ടെ കുട്ടിച്ച. ആയിക്കോട്ടെ, ഇറങ്ങട്ടെ അമ്മേ. ആയിക്കോട്ടെ. ഇങ്ങോട്ടുള്ള വഴി മറക്കണ്ട. ശരി. ഒരു പെൺകുട്ടിയാണ് ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ കൂടെ പോകാൻ ഒരുങ്ങുന്നത്. ഇപ്പൊ ഇവിടുന്ന് എഴുന്നേറ്റ് പോയവന്റെ വീട്ടിലുള്ളവര് പെൺകുട്ടിയോ ആൺകുട്ടിയോ അതൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ശത്രുക്കളുടെ എണ്ണം മാത്രം നോക്കിയാ മതി, ഇനം നോക്കണ്ട. കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അവരോടും വേണോ ഈ പ്രതികാരം? കാട് കത്തിക്കുമ്പോ വലിയ മരങ്ങളും കത്തും, താഴെ നിൽക്കുന്ന പുൽച്ചെടികളും കത്തും. അത് പറഞ്ഞ് കത്തിക്കുന്നവനെ കൈവറയ്ക്കാൻ പാടില്ലല്ലോ. എന്നെ നോക്കി ഇങ്ങനെ പല്ലിറുമി അവസാനം അതിന്റെ ചികിത്സയ്ക്ക് ഞാൻ തന്നെ എടുത്തോണ്ട് പോകേണ്ടി വരും. എന്തെങ്കിലും പുരാണ പുസ്തകങ്ങൾ എടുത്ത് തരട്ടെ ലക്ഷ്മിക്ക് വായിക്കാൻ? വേണ്ട. അത് വായിക്കണമെങ്കിലും മനസ്സിനല്പം ശുദ്ധത വേണം. എനിക്കതില്ല. കെട്ടവരുടെ കൂടെ കൂടിയാലും എല്ലാം നശിക്കുമെന്നല്ലേ? ശരിയാ. ആഗ്രഹിക്കുന്നതൊക്കെ നടന്നു കഴിയുമ്പോ ശുദ്ധനാവാൻ ഞാൻ നോക്കാം.
സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി അല്ലേ? അരുണിന് പേടിയുണ്ടോ? എന്തിന്? അല്ല, എന്നെ പേടിയുണ്ടോന്ന്. അല്ല, ഞാനിപ്പോ കാണിക്കുന്ന ഈ മാറ്റം സ്ഥിരമായിട്ടുണ്ടാകുന്നതല്ല. എപ്പോ വേണമെങ്കിലും എന്റെ സ്വഭാവം മാറുമെന്നും പറ്റും. ഇല്ല. അത് ചുമ്മാ. അതേടൂ, സാധാരണ ഒരു വിവാഹം കഴിഞ്ഞാലേ ആദ്യ രാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ കൂടുതൽ സംസാരിക്കും. അതൊക്കെ പിന്നീടുള്ള ദിവസത്തിന്റെ സന്തോഷത്തെക്കുറിച്ചായിരിക്കും. നമുക്കതിലൊരു വ്യത്യാസമില്ലേ? അതെന്താ? നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമുക്ക് വരാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചായിരിക്കില്ലേ? ആ പ്രതീക്ഷകളായിരിക്കില്ലേ? അത് സത്യം. അന്ന് താൻ ആ റോട്ടിൽ വീണില്ലേ? അന്ന് തന്നെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ താൻ ചോദിച്ചത് മുഴുവൻ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നാ. ആ ചോദ്യത്തിൽ ഞാനൊരു അമ്മയെ കണ്ടു. അങ്ങനെ സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇനി മാറാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിക്കോട്ടെ. പിന്നെ അരുണിന് ലീവ് എന്നവരുണ്ട്? ലീവിന്റെ കാര്യമാണ് പ്രശ്നം. ഈ മാസം ഏതായാലും നടക്കില്ല. അരുണിന്റെ കല്യാണം എപ്പോഴായാലും എത്ര വേണോ അത്രയും ലീവ് അനുവദിക്കാന്ന് മൈഥിലി മാം പറഞ്ഞതാണല്ലോ. മൈഥിലി മാം ഒരു മാസം ലീവില്ല. അതെന്തു പറ്റി? വീട്ടിലെ കുറെ കാര്യങ്ങളുണ്ടെന്നാ കാരണം പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ അതല്ല. താനൊന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ തമ്മിൽ കാണാൻ പാടില്ല എന്നൊക്കെ? അതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ്. അയ്യോ, അതൊന്നും വേണ്ടെന്ന് പറയായിരുന്നില്ലേ? എന്നോടത് ഇനി ഒരു ചർച്ചയാക്കണ്ടെന്നാണ് പറഞ്ഞത്. താനും ചോദിക്കാൻ നിൽക്കണ്ട. എന്നാലും മാമിനെ മനസ്സിലാക്കുന്നത് തനിക്ക് തെറ്റുപറ്റി സ്നേഹം. എന്നിലൂടെയാ താൻ മാമിനെ പരിചയപ്പെട്ടത്. പക്ഷെ എന്ന് തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോ, എനിക്ക് തരുന്ന അതേ സ്നേഹത്തിന്റെ അളവ് തനിക്കും മാം തരുന്നുണ്ട്. ഞാൻ വല്ലാതെ വേദനിപ്പിച്ചു. കുറച്ചൊന്നുമല്ല, ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പൊ ഫോൺ വിളിച്ചൊരു സോറി പറയാൻ തോന്നുന്നുണ്ടോ? ഞാൻ വിളിക്കട്ടെ? ആ, അത് വേണ്ടെന്ന് പറയാനാണ് ഞാനിപ്പോ ഈ ചോദ്യം ചോദിച്ചത്. താൻ ഒരു കാര്യം ചെയ്താൽ മതി. മാം ഏതായാലും ഒരു മാസം ലീവ് എടുത്ത് വീട്ടിലിരിക്കട്ടെ. ഇനി മുതലുള്ള തന്റെ പെരുമാറ്റങ്ങളായിരിക്കും മാമിന് മനസ്സമാനം കൊടുക്കുന്നത്. താൻ വിചാരിച്ചത് ഈസി ആയിട്ട് പറ്റുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒഫീഷ്യലായിട്ട് ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഒഫീഷ്യൽ ആ വാക്കുകൊള്ളാം. പറയാനെന്താ, നമുക്ക് അന്തം വിട്ട് പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കാം. ഒരു കാര്യത്തിനും തർക്കങ്ങൾ വേണ്ട. അഥവാ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ തന്നെ അടുത്ത നിമിഷം നമ്മളത് പരിഹരിക്കും. അത്രേ ഉള്ളൂ എൻ്റെ ഡിമാൻഡ്. അംഗീകരിച്ചു. എന്തായാലും എന്റെ പെരുമാറ്റത്തിനൊരു ടെസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് എന്നോടൊന്ന് പറയണം മാർക്ക് എത്രയാണെന്ന്. എനിക്ക് എന്നെ ഒന്ന് തിരുത്തി മെച്ചപ്പെടുത്താനാ. ദേ, ഈ കണ്ടീഷനിലാണ് സംസാരിക്കണമെങ്കിൽ ഒന്നും മെച്ചപ്പെടുത്തണ്ട. ഇതിങ്ങനെ തന്നെ മതി.